ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസമായില്ലേ ഞാൻ വീഡിയോയിൽ വന്നിട്ട്. എനിക്ക് 2 പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാണ്ടായിരുന്ന ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇതൊക്കെ ഞാൻ മാക്സിമം ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡാസ്ലറിനെ അനുവദിച്ചിട്ടുള്ള വീഡിയോ തന്നെയാണ്. മെയിൽ അയച്ചിട്ട് മെയിലിന് റിപ്ലൈ വരുന്നില്ല എന്നൊരു കമൻറ്റ് കണ്ടു. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് കേട്ടോ. അപ്പോൾ ഞാനതെങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്കും അതുപോലെ ആവണം എന്നില്ല കേട്ടോ. എൻ്റെ കേസിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്തത് എന്നുള്ളത് പറയാനാണ്. ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സൈറ്റിലേക്ക് മെയിൽ അഡ്രസ്സിലേക്ക് മെയിൽ ചെയ്തു. മെയിൽ ചെയ്തിട്ട് ഒരു 5 to 7 days ആണ് അവർ പറയുക മെയിലിന് റിപ്ലൈ വരാനായിട്ട്. ഞാൻ 5 days ആയപ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്താക്കി, ഇനിയിപ്പോൾ അങ്ങനെ 7 days കഴിയുകയാണെങ്കിൽ മാത്രം ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പം എനിക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 days ആയപ്പോൾ തന്നെ കിട്ടാത്തതുകൊണ്ട്, മെയിലിന് റിപ്ലൈ വരാത്തതുകൊണ്ട് ഞാൻ അവർക്ക് എന്താക്കി മെസ്സേജ് അയച്ചു. ആദ്യത്തെ 5 days പെട്ടെന്ന് കിട്ടി കേട്ടോ. പിന്നത്തെ 5 days ആണെന്ന് തോന്നുന്നു എനിക്ക് ലേറ്റായത്. അപ്പോൾ 5 days ആയപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിന് മുമ്പേ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അഡ്രസ്സൊക്കെ ഫോം ഫില്ലപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഭാഗത്തുനിന്ന് റിപ്ലൈ ഒന്നും കാണുന്നില്ല, ഞാൻ റിപ്ലൈക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൽ ചെയ്തു. സെയിം ഇമെയിലേക്കാണ് കേട്ടോ മെയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ ഒരു 2 മിനിറ്റിനകത്ത് തന്നെ എനിക്ക് അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നു. അങ്ങനെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷെയ്ഡ് സെലക്ട് ചെയ്യാനും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും ഏത് രീതിയിലാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തു. അത് കൊടുത്തിട്ട് പിന്നത്തെ ഒരു 5 days ആയപ്പോൾ ഞാൻ വീണ്ടും അവർക്ക് ആ ഒരു 5 days ആയിട്ട് ഞാൻ അതിലേക്ക് വീണ്ടും മെയിൽ ചെയ്തു. വീണ്ടും മെയിൽ ചെയ്തപ്പോൾ ഒരു അരമണിക്കൂറിനകത്ത് എനിക്ക് വീണ്ടും റിപ്ലൈ കിട്ടി. അപ്പോൾ ആ റിപ്ലൈയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിപ്മെൻറ്റിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഷിപ്പിങ്ങിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് മെയിൽ ചെയ്തു. പിന്നെ എനിക്ക് പിന്നത്തെ 5 days എനിക്ക് അങ്ങനെ റിപ്ലൈ ലേറ്റ് ആയില്ല കേട്ടോ. പിന്നെ എനിക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ട്, ഓർഡർ കൺഫേം ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിലും അതുപോലെ മെയിലും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ മിനിഞ്ഞാന്നാന്ന് തോന്നൂലേ ഞാൻ വീഡിയോ ചെയ്ത്. അപ്പോൾ ആ ടൈമിനാണ് എനിക്ക് ഐറ്റം ഡിസ്പാച്ച് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിൽ വന്നു, മെയിലും വന്നു. ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് പെട്ടെന്ന് വീണ്ടും അപ്ഡേഷൻസ് എനിക്ക് തരുന്നുണ്ട്. കൊറിയറിൻ്റെ ടീംസ് ആണെങ്കിലും ഡാസ്ലറിൻ്റെ ടീമാണെങ്കിലും കൊറിയർ ഷിപ്പായിട്ടുണ്ട്, ട്രാക്കിംഗ് ഐ ഡി ഒക്കെ തന്നു. നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കാം എവിടെ എത്തി എന്തായി എന്നൊക്കെ നോക്കാനായിട്ട് പറ്റും. അപ്ഡേഷനൊക്കെ ഉണ്ട്. അപ്പം ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത് 8-ാം തീയതിയാണ് അതിൽ പറയുന്നത്. 8-ാം തീയതിൻ്റെ മുന്നേ ആയിട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഡേറ്റ് ആണോ പറഞ്ഞത്. എന്തായാലും ആ ടൈമിന് കിട്ടും. എന്തായാലും അത് വന്നാൽ ഉറപ്പായിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യും, അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും. അപ്പോൾ ഈ ഒരു കമൻറ്റിനാണ് ഞാനിപ്പോൾ റിപ്ലൈ ആയിട്ട് വന്നത് കേട്ടോ. മെയിൽ അയച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കി. 5 ദിവസമായിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം അതിന് മുമ്പ് ചെയ്യുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ചെയ്ത് നോക്കൂ. 5 ദിവസമായിട്ട് അതേ ഇമെയിൽ അഡ്രസ്സിലേക്ക് മെയിൽ അയയ്ക്കുക. ഇതിന് മുമ്പ് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്, അതിന് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല, നിങ്ങളുടെ റിപ്ലൈക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ ചെയ്താൽ മതി. അപ്പോൾ ഒരു അരമണിക്കൂറിനകത്ത് മെയിൽ വരേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കമൻറ്റിന് റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതായാലും സബ് വളരെ കുറവാണ്. അപ്പോൾ വ്യൂസ് അധികം ഇപ്പോൾ ഉണ്ട്, ഒരു 200 വ്യൂസ് ആയാലും വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സബും ലൈക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.